നമസ്കാരം എല്ലാവർക്കും. ഞാനിപ്പോഴത് ബാംഗ്ലൂരാണ്. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം ഞാൻ ബാംഗ്ലൂർ എത്തി. ഇവിടെ കിടന്നുറങ്ങി കണ്ണൊക്കെ കണ്ടോ? കൺമശീട്ടതല്ല. ഇന്നലെ എപ്പിസോഡിൽ പറഞ്ഞാൽ തന്നെ കച്ചറയാണ്, പോകുന്നില്ല. ഒരുപാട് ഉരച്ച് കയറ്റി കണ്ണുമീൻ എടുക്കുന്നത് പോകുന്നില്ല കേട്ടോ. അപ്പം ഇതേ നമ്മുടെ ഗോൾഡ് വിങ് ഇവിടെ കിടക്കുന്നുണ്ട്. പിന്നെ ഗോൾഡ് വിങ്ങിൻ്റെ കമ്പനിക്ക് ഇവിടെ ഒരു ഓഡിയുടെ 680 കിടക്കുന്നുണ്ട്. അതും നല്ല അടിപൊളി നമ്പറിലൊരു വണ്ടി കിടക്കുന്നുണ്ട്. HRA എന്ത് നമ്പർ ചെയ്ത് HR1AJ100 അതാണ് നമ്പർ കേട്ടോ. ഈ കോലത്തിലാക്കിയതാണ്. ഓക്കെ, ഞാൻ വണ്ടി ഇവിടെ സ്റ്റാർട്ടാക്കി റണ്ണിങ്ങിന് ഇട്ടിട്ടുള്ളത്. കാരണം വണ്ടി ഇതുപോലെ വണ്ടികൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ വേണം ഹീറ്റ് ഇവിടെ 0-ലുള്ളത്. ആ 0 ഒന്ന് കയറി കുറച്ചും കൂടി ചൂട് കയറണം, എന്നാൽ മാത്രമേ നമ്മൾ മൂവ് ചെയ്തിട്ട് പോകാൻ പാടുള്ളൂ കേട്ടോ. അപ്പം കഴിഞ്ഞ എപ്പിസോഡ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? പ്രശ്നമൊന്നുമില്ലോ. ഗോൾഡ് വിങ്ങുമായിട്ടൊരു ട്രിപ്പ് കംഫർട്ടല്ലേ? ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്നത് നമ്മുടെ ആമിനാനെ കാണാനാണ്. ആദ്യം നമുക്ക് ആട്ടോ മോട്ടോർ സൈക്കിളിൽ പോകണം. നമ്മുടെ സോയി ബ്രോനെ കാണണം. ആമിന അവിടെയുണ്ട്. കാരണം നമ്മൾ അടുത്ത ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അത് എങ്ങോട്ടേക്കാണ്, എപ്പോഴാണ് പോകുന്നത് എന്നൊക്കെ ഈ എപ്പിസോഡിൽ ഞാൻ പറയാം. നിങ്ങൾ ജസ്റ്റ് ഗസ് ചെയ്തോട്ടെ. വീഡിയോ കാണുന്നതിന് മുമ്പ് ആരും സ്കിപ്പ് ചെയ്തിട്ട് നേരെ അവിടെ പോയിട്ട് നോക്കാൻ പാടില്ല കേട്ടോ. അത് കള്ളക്കളിയാണ്. ഓക്കെ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും, സന്തോഷമായിട്ടിരിക്കും, ചിരിച്ചുകൊണ്ട് മാത്രം, സന്തോഷത്തോട് മാത്രം വീഡിയോ കാണും. ഇനി എൻ്റെ ഫേസ് അവിടെ നിന്നേ കാണും കേട്ടോ. നമുക്കിനി മെല്ലെ ബാംഗ്ലൂർ സിറ്റിയിലെ കൂടി ഗോൾഡ് വിങ് എടുത്തിട്ട് പറയിപ്പിച്ചോണം പോവാം. സംഭവം എന്താ പറയുക, ഇപ്പം കുറച്ച് ഹീറ്റ് കയറാൻ കൊടുക്കണം കേട്ടോ. പകുതിയാ ഹീറ്റ്. ഇപ്പം നമുക്ക് മെല്ലെ കയറ്റാം. രാവിലെ തന്നെ അവിടെ ട്രാഫിക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. രാവിലെ മീൻസ് രാവിലെ അല്ല, എൻ്റെ രാവിലെയാണ്. ഇവരുടെ 11 മണിയായി കേട്ടോ. 12 മണിയാണ്. സോറി, ഇവ ബാംഗ്ലൂർ സിറ്റി ട്രാഫിക്കിലൂടെ ഗോൾഡ് വിങ് നല്ല രസമാട്ടോ. എല്ലാവരും നോക്കുന്നുണ്ട്. എല്ലാവരും ഐ കാച്ചിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് വണ്ടീനെ. പിന്നെ ഇവിടുന്ന് മര്യാദയ്ക്ക് കയറിയാണ് ലെഫ്റ്റും റൈറ്റും. കാരണം വീതിയുടെ വണ്ടിയാണ്, പെട്ടെന്ന് നമുക്ക് പിന്നെ ഓടിച്ചാൽ കിട്ടുന്നില്ല. അപ്പം നമ്മൾ കയറിയില്ലെങ്കിൽ സ്ക്രാച്ച് ആവും. ഇവിടുത്തെ VMI കൂടെ ഓടി ആയിക്കോട്ടെ എത്ര വലിയ വണ്ടിയായാലും ഈ ബാംഗ്ലൂരൊക്കെയുള്ള സ്ഥലത്ത് അധികം സ്ക്രാച്ചസ് ഉണ്ട് ബമ്പറിനല്ല. കാരണം ഇതാണ് ആൾക്കാരെ എപ്പം ഏത് വഴിക്ക് എന്ത് കയറുമെന്ന് പറയാൻ പറ്റില്ല. ബ്രിഗേഡ് റോഡ് കയറി. നമ്മളിപ്പോൾ റെസിഡൻസ് റോഡിലുള്ളത് കേട്ടോ. ഓക്കെ, അത് ഞാൻ പറയാൻ മറന്നത്. റെസിഡൻസ് റോഡിലാണുള്ളത്. അവിടെ ഒരു ചാൻസി പവലിയൻ എന്ന് പറഞ്ഞ ഹോട്ടലാണ് സ്റ്റേ ചെയ്യുന്നത്. നമുക്ക് ഇവിടുന്ന് ബ്രിഗേഡ് റോഡിലേക്ക് കയറണം. ഇതൊക്കെ 1 വേ ആണ്. ഇങ്ങോട്ടേക്ക് അതങ്ങോട്ടേക്ക്, അതാണ് ഇതിൻ്റെ കണക്ക്. ഇതിൻ്റെ ഹോണ് കാറിൻ്റെ ഹോണായതുകൊണ്ടില്ല, ആൾക്കാരൊക്കെ കാറാണ് വരുന്നത്. അപ്പം ബൈക്കിൽ നിന്ന് വേറെ ഉള്ളു, ബാക്കിയെല്ലാം കാറിനെയാണ്. ശരിക്കും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. ഞാൻ ഓൾറെഡി ഞാനന്ന് പറഞ്ഞിരുന്നു ഈ കഴിഞ്ഞ തവണ ഡിസ്റ്റിലപ്പുറം വന്നിട്ട്. കാരണം ഞാൻ ഇതേ ബാംഗ്ലൂർ ടൗണിൽ ഒരു 10 കൊല്ലം മുമ്പൊക്കെ ഞാനിവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നാട്ടിലത്തെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ബൈക്ക് ഉണ്ടാവും. നേരത്തെ ബൈക്ക് മീൻസ് സ്റ്റണ്ടർ അങ്ങനത്തെയൊക്കെയാണ് അന്നേരം ഭയങ്കര ക്വിക്ക് ബൈക്ക്. അപ്പം ഈ ബൈക്ക് ഉണ്ടാവും. അപ്പോൾ നമുക്കിത് ഇന്ന് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ബാംഗ്ലൂർ ടൗണിലൊക്കെ എപ്പോഴെങ്കിലും സ്വന്തമായിട്ട് ബൈക്ക് ഓടിച്ച് പോകണം. സീരിയസ്ലി ഇപ്പോഴും ഒരുപാട് മക്കൾ ഡെലിവറിക്കും അതും ഇതൊക്കെ പണിയെടുക്കുന്ന ഒരുപാട് മക്കളുണ്ടാവും. അപ്പം എന്നുവെച്ചാൽ അവർക്ക് ഇവിടെ ഫാമിലി ഉണ്ടാവില്ല. അവർ പണി റൂമിൽ തന്നെ. അപ്പോൾ അവരുടെ മനസ്സിലാഗ്രഹം ഇതേപോലെ ഒരു പെണ്ണിനൊക്കെ കൂട്ടി, അഫ്കോഴ്സ് ഗേൾ ഫ്രണ്ടൊക്കെ ഒക്കെ ആയിട്ട് അതിൽ വലിയ തെറ്റൊന്നുമില്ല. ഗേൾ ഫ്രണ്ടിനെ കൂടി പോകണം. ഗേൾ ഫ്രണ്ടിനൊക്കെ കൂട്ടി ഒരു ബൈക്കിലോടൊക്കെ പലരുടെയും സ്വപ്നം കേട്ടോ. അല്ലെങ്കിൽ സിംഗിൾ ആണെങ്കിൽ സിംഗിൾ റൈഡ് പോവാം, അങ്ങനെയൊക്കെയാണ്. ഇന്നിപ്പം ഞാൻ ഓടിക്കുന്നത് വേൾഡിൽ തന്നെ ഏറ്റവും മോസ്റ്റ് ലക്ഷൂറിയസ് ബൈക്കാണ്. ഞാനിപ്പോൾ ഇവിടെ ബാംഗ്ലൂർ സിറ്റിയിലൊക്കെ ഓടിച്ചിട്ടുണ്ട്. ഒരിക്കലും ഞാൻ ഒറ്റ രാത്രി കൊണ്ട് പൊട്ടിമുളിച്ച് വളർന്നു വന്നവനല്ല. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ട് ഈ ഒരു പൊസിഷനിലെത്തി. ഞാനത് എൻജോയ് ചെയ്യട്ടെ. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു പൊസിഷനിലെത്തിയാൽ ആ പൊസിഷനിൽ നിന്നും താഴെ പോകാൻ വളരെ കഷ്ടപ്പെടാം. നേരെ മറിച്ച് ഒറ്റ രാത്രി കൊണ്ട് മുട്ടിമുളിച്ചതാണെങ്കിലോ അതിനൊക്കെ ആവശ്യമുണ്ടാവും.
കോഴ്സ് ഔട്ട് ഓഫ് മോട്ടോർ സൈക്കിൾ. പക്ഷേങ്കിൽ സുഹൈബില്ല. പിന്നെ നമുക്കൊരു സങ്കടമുള്ള വാർത്തയുണ്ടായിരുന്നു. സുഹൈബിൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയി. അപ്പം ഇന്ന് അതിൻ്റെ ഒരു പരിപാടിയാണ് വീട്ടിൽ. അപ്പോൾ അതിൻ്റെ പ്രകാരം അവൻ വന്നിട്ടില്ല. അപ്പം ശരിക്കും എൻ്റെ വണ്ടിയുടെ വർക്ക് തീരുന്ന ടൈമൊക്കെ കഴിഞ്ഞു. പക്ഷെ അവന് ഉമ്മ മരണപ്പെട്ട് ഒരു 2 ആഴ്ചയോടെ അവൻ ആ ഷോക്കിലായിരുന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ അവനധികം ബുദ്ധിമുട്ടിച്ചത്. ഞാൻ പറഞ്ഞ കുഴപ്പമില്ല ബ്രോ, നിൻ്റെ ഇഷ്ടത്തിന് എടുത്തോ. കാരണം നമുക്ക് മറ്റേതിനേക്കാളും വലുത് നമുക്ക് നമ്മുടെ ഫാമിലിയാണ്. അപ്പം വർക്ക് കണ്ടോ ഒന്നുമില്ല, പണി ഇവൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് ഒരു കുഴപ്പമില്ല, കാരണം അവൻ മെല്ലെ എടുത്താൽ മതി. ഓക്കെ, ഞാൻ ഷാമിനെ കാണിച്ചു തരാം. ഇവനിവിടെ VIP പരിഗണനയിൽ എടുത്തിട്ട് മുകളിലൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട്. ഓക്കെ, സ്റ്റെപ്പിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ട്. നമ്മളെന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ കംപ്ലീറ്റ് പാനിയേഴ്സ്, ടോപ്പ് ബോക്സ്, ഹാൻഡിൽ ബാർ കംപ്ലീറ്റ് സാധനങ്ങൾ അഴിച്ചിറക്കിയിട്ട് റീസെറ്റ് ചെയ്തിട്ട് കുറച്ചും കൂടി ഒന്ന് അപ്ഗ്രേഡ് ചെയ്തെടുക്കും. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പാനിയേഴ്സ് പിന്നെ ഇതൊക്കെ ഇതിൻ്റെ ഡിസൈൻസൊക്കെ ഒന്ന് മാറ്റുന്നുണ്ട്. പിന്നെ കേട്ടോ ഇതില്ല, അന്ന് ഞാൻ കൊണ്ട് കയറ്റി അതേ കോലത്തിൽ ഇവിടെ ഉണ്ട് കേട്ടോ വണ്ടി. ഇവിടെ മുത്ത് താക്കോല അതിനോട് തന്നെ ഉണ്ട്. അടിപൊളി. അപ്പം ഞങ്ങൾ ഉടനെ ഒരു യാത്ര പുറപ്പെടും. ഞാൻ ഈ ചങ്ങാതിയോട് ടാറ്റ പറയും. ചങ്ങാതിയെ ഞാൻ പുറന്നുള്ളിൽ കയറ്റിയിട്ട് ടാർപ്പോയിട്ടൊരു മൂടും. എന്നിട്ട് ഞാനും ആമനയും കൂടി ഒരു യാത്ര പോവുകയാണ്. എങ്ങോട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കടൽ കടന്നിട്ടാണ് ഓഫ് കോഴ്സ്. പിന്നെ ബൈ റോഡല്ല ഇവിടുന്ന് പോകുന്നത്. ഇവിടെ ഞാൻ ആദ്യം ഷിപ്പ് ചെയ്യും. ഞാൻ ഇവിടെ അങ്ങ് കയറ്റിവിട്ട് ഞാൻ അവിടെ പോയിട്ട് ഡ്രൈവ് ചെയ്യും. കാരണം ഇപ്പം ഇന്ത്യയിൽ നിന്ന് പുറത്ത് പോകുകയെന്ന് പറയുമ്പം കുറച്ച് ഇതാണ്. നെയ്ബർ കൺട്രീസ് മ്യാൻമർ, ചൈന ഒന്നും ഒരിക്കലും നമുക്ക് ബോർഡർ ഓപ്പൺ ആക്കിയിട്ടുണ്ടാവും. പകരം ഇവിടുന്ന് ഷിപ്പ് ചെയ്തിട്ട് ഓരോ കൺട്രി പോയിട്ട് അവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്യണം ഞാൻ നോക്കുന്നത്. ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ആയിട്ടുണ്ട്. അമിനൊക്കെ ഓൾറെഡി പുറത്ത് കിടക്കാൻ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. കഴിഞ്ഞ തവണ അവരെനിക്ക് ഒരു റെസ്പെക്റ്റ് എന്ന നിലയിൽ അവരെനിക്ക് അതിൻ്റെ കാരണത്തൊക്കെ അവർ എക്സ്റ്റെൻഡ് തന്നിരുന്നു. പിന്നെ കാരണം അവിടെ കുടുങ്ങിപ്പോയില്ലേ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയും 5-6 മാസമൊക്കെ ഇനിയും പേപ്പേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ആ പൈസ ലാഭമാണ്. ഇനി അഥവാ എക്സ്ട്രാ എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കും, കുഴപ്പമില്ല. പണിയൊക്കെ കഴിഞ്ഞ് വണ്ടി കയറ്റി വിടുമ്പോൾ ഞാൻ പറയാം കേട്ടോ ഏതാ കൺട്രി എന്നുള്ളത്. കാരണം ആ കൺട്രിയിലൊക്കെ വിസ അപ്ലൈ ചെയ്തിട്ടേ ഉള്ളൂ. എൻ്റെ അടുത്ത് ഇപ്പോൾ UK വിസ കിടക്കുന്നുണ്ട്, ഷെങ്കൻ വിസ കിടക്കുന്നുണ്ട്, അതുപോലെ വേറെ ഒരു കൺട്രി 2-3 കൺട്രീസ് വിസ കിടക്കുന്നുണ്ട്. എവിടെ വേണമെങ്കിൽ പോകാൻ ഓൾവേസ് നമ്മൾ 2 ആൾ റെഡി. ഞാനല്ല, നമ്മൾ 2 ആൾ റെഡിയാണ്. അവിടെ ടൂറിസം ഓപ്പൺ ആകാൻ വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കോവിഡിൻ്റെ വാക്സിനേഷനെല്ലാം വന്നുകൊണ്ട് ഓപ്പണായി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പേഴ്സണലി എനിക്ക് കോവിഡ് മൂർച്ഛിച്ച് നിൽക്കുന്ന കൺട്രി ആയാലും ഞാൻ ധൈര്യത്തോടെ പോകും. കാരണം കൊറോണ എന്താണ് ഞാൻ പഠിച്ചു. ഞാൻ തുടക്കം മുതൽ 2019 മാർച്ചിൽ അസർബൈജാനിൽ വെച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞ ഡയലോഗുണ്ട്, നമ്മൾ പേടിക്കണ്ട. ഇപ്പോഴും 2020 ജനുവരിയിലും ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരു കൊല്ലം ആകാറായി എക്സ്പീരിയൻസിൽ ഞാൻ സെയിം ഡയലോഗ് പറഞ്ഞു, നമ്മൾ പേടിക്കണ്ട, നമ്മൾ ഒരു കാര്യം നമ്മൾ പേടിക്കണ്ട. ഓക്കെ, അപ്പോൾ നമുക്കേതായാലും സുഹൈബിനെ കാണാൻ പറ്റും നോക്കാം. പിന്നെ നമ്മുടെ വേറെ ഫ്രണ്ട് വരുന്നത് മുപ്പരിന്ന് പരിചയപ്പെടുത്തില്ല കേട്ടോ. അതിനിടയിൽ ചെറിയൊരു പണി കിട്ടി. കാരണം എൻ്റെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് അടിച്ചു വരും, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഞാനെന്താ വെച്ചാൽ ഇവരെ കൊണ്ട് ഹെഡ്ലൈറ്റ് അയപ്പിച്ചിട്ട് ഇതേ 2 ബൾബ് ഇങ്ങനെ തൂക്കിയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ്. കാറിനൊക്കെ ഉപയോഗിക്കുന്ന അതേ സാധനം. ഇതിനുള്ള ചെറിയൊരു ഫാനൊക്കെ വരുന്നുണ്ട്, സാധാ ഹെഡ്ലൈറ്റ് ഇല്ല, അതിനുള്ള ചെറിയ ഫാനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിന് അറ്റം കണ്ടോ, ഇവിടെ ഇങ്ങനെ റെഡ് ബേർഡ് കൊടുത്തിട്ടുണ്ട് ഇത് കമ്പനി. അപ്പോൾ ഇത് ഇപ്പം ബാംഗ്ലൂർ ആയതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും. ഞാൻ ഇവിടുത്തെ നമ്മുടെ ഗോൾഡ് വിങ്ങിൻ്റെ ഇന്ത്യയിലെ ഗോൾഡ് വിങ്ങിൻ്റെ ഓണേഴ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട്. അതിൽ ഞാനൊരു മെമ്പറാണ്. കാരണം ഞാൻ ഗോൾഡ് വിങ്ങിൻ്റെ ഓണറാണല്ലോ. അപ്പം ഞാൻ അതിൽ മെസ്സേജ് ഇട്ടു, ബാംഗ്ലൂർ എവിടെ പാർട്സ് കിട്ടുമെന്ന് വെച്ചിട്ട്. അവരെനിക്കൊരു കോൺടാക്ട് നമ്പർ തന്നു. കറക്റ്റ് പേഴ്സണാണ്. ഞാൻ വിളിച്ചു, മൂപ്പരടുത്ത് സാധനമുണ്ട്. അപ്പം പിന്നെ ഇപ്പം അങ്ങോട്ടേക്കാണ് പോകുന്നത്. മൂപ്പരെ പോയിട്ട് കണ്ട് സാധനം വാങ്ങണം. റേറ്റും കാര്യങ്ങളും എത്രയാണെന്ന് ഞാൻ അവിടെ നിന്ന് കാണിച്ചു കേട്ടോ. പിന്നെ ഒരാളെ ഞാൻ പരിചയപ്പെടുത്തരാം. ഗൈസ്, ഇതാണ് നമ്മുടെ ഒരു ചങ്ക് ബ്രോ ആണ്, പർവേസ് ഭായ്. ഒരു ഹായ് ഒക്കെ പറഞ്ഞോ. പർവേസ് ഭായിനെ അറിയാൻ ചാൻസ് ഇല്ല, പക്ഷെ മൂപ്പരുടെ സ്ഥാപനം നിങ്ങൾക്കറിയാം. PK ട്രാവൽസ് അറിയോ? നമ്മുടെ കണ്ണൂർ അല്ലെങ്കിൽ കണ്ണൂർ ബാംഗ്ലൂർ റൂട്ടിലൊക്കെ കൊടുക്കുന്ന PK ട്രാവൽസിൻ്റെ ചെറിയൊരു മുതലാളിയാണ് പർവേസ് ഭായ്. പക്ഷെ അങ്ങനെയല്ല, ഞാനും മൂപ്പരും തമ്മിൽ ബ്രോ അതല്ല ബന്ധം. ശരിക്കും മൂപ്പര് നമ്മുടെ ചങ്ക് ബ്രോ ആണ്. ഇപ്പം ബാംഗ്ലൂർ വന്ന ഉടനെ ഞാൻ മൂപ്പരെ വിളിക്കും, സംസാരിക്കും. മൂപ്പര് 7 നട്ടപ്പാരൊക്കെ വിളിച്ചാലും ഞാൻ ഫോൺ എടുക്കും. എത്ര വലിയ മീറ്റിംഗ് ആണെങ്കിലും എത്ര വലിയ ബിസി ആണെങ്കിലും ഞാൻ ഫോൺ എടുക്കും, മെസ്സേജ് അയച്ച് ഞാൻ റിപ്ലൈ കൊടുക്കും. കാരണം അത് മൂപ്പര് PK ട്രാവൽസിൻ്റെ മുതലാളി ആയതുകൊണ്ടല്ല. എന്നിട്ട് വേറൊരു കാര്യമുണ്ട്, 2 ഇയേഴ്സായിട്ട് ഞാൻ ആരോടും പറയാത്തൊരു രഹസ്യമുണ്ട്. കാരണം വേൾഡ് റൈഡിൻ്റെ സമയത്ത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ കയ്യിൽ 5 പൈസയിലായിരുന്നു, സീരിയസ്ലി. അപ്പം എൻ്റെ വൈഫിൻ്റെ മാലയൊക്കെ ഗോൾഡൊക്കെ പണയം വെച്ചിട്ടാണ് ശരിക്കും ഞാൻ അന്ന് ആ ഒരു ഫ്ലാഗ് ഓഫിൻ്റെ പരിപാടിയൊക്കെ നടത്തിയത്. അപ്പം 5 പൈസ ഇല്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം ഒന്നുമില്ലാതെ അങ്ങനെ ഇറങ്ങണം വിചാരിച്ചിരിക്കുമ്പോൾ അത് മൂപ്പർ എന്നെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ മൂപ്പരൊരു
ട്രാവൽ പാഷനുള്ള ആളാണ്. യാത്ര ഇപ്പോൾ അവിടെ ഒരു ചെക്കനുണ്ട് സൈക്കിൾ എടുത്തിട്ട് കന്യാകുമാരി പോകുന്നത്. ആ ചെക്കനെ മുമ്പ് ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓന് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ട് ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ അവരന്ന് എന്നെ ഒരു സഹായിച്ചിരുന്നു. ഓൾമോസ്റ്റ് ഒരു എടാ മലയാളി 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 എന്നാ ആയി പറഞ്ഞോ മലയാളി എപ്പോഴും മലയാളിയാണല്ലോ. ഓക്കെ, ഞാൻ കുറച്ചതിന് കഥ ലാസ്റ്റ് പറഞ്ഞുതരാം. എല്ലാവരും ക്ഷമയോട് കാത്തിരിക്കും, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. മലയാളി ഓക്കെ, നമ്മളിപ്പോൾ പോകുന്നത് JP നഗറിലേക്കാണ്. JP നഗറിലെ ജയനഗറിലേക്കാണ്. ഞാൻ ലൊക്കേഷൻ കാണിച്ചോട്ടെ. എനിക്ക് ലൊക്കേഷൻ എൻ്റെ മൊബൈലുണ്ട്, എന്നിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് നമ്മുടെ പർവേസ് ഭായിയുടെ പടക്കുതിര. നമ്മൾ ആദ്യം പോകുന്നത് ഫുഡ് കഴിക്കാനാണ്. ഫുഡ് കഴിക്കാൻ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് നേരെ അവിടെ നിന്ന് പോകാമെന്ന് വെച്ചു. ഞാനത് കോഴിക്കുട്ടികളെ പൊക്കി പോലെ കണ്ട് ഹെഡ്ലൈറ്റ് ഇങ്ങനെ തൂക്കി പിടിച്ച് നടക്കുന്നുണ്ട്. എത്ര റേറ്റ് ആവുമെന്ന് പഠിച്ചവർക്ക് അറിയാം. ലോക്കലും നല്ലതെല്ലാം ഉണ്ട്. നമുക്ക് ആദ്യം പോയി ചെക്ക് ചെയ്യാം എങ്ങനെയാണുള്ളത് കേട്ടോ. ഇത് ശരിക്കും നമ്മൾ പോകുന്നത് നിമ്മാൻസ് ഹോസ്പിറ്റലിൻ്റെ ആ റോഡിൽ കൂടി കേട്ടോ. നിമ്മാൻസ് എന്ന് വെച്ചാൽ പിന്നെ ഒരു ന്യൂറോളജി ഹോസ്പിറ്റലാണ്. ഭയങ്കര വലുതാണ്. ഒരു 10 കൊല്ലം മുമ്പ് ഞാൻ അടിച്ചിട്ട് തലയൊക്കെ ഇതായിട്ട് ഇടത്തെ കൈയും കാലൊക്കെ തറന്നിട്ട് ഇവിടെ കിടന്നിട്ടുണ്ട്. എല്ലാ കുരുത്തക്കയുടെ ലൈഫിൽ കഴിച്ചിട്ട് എടുത്തുകൊണ്ട് എത്തിയത്. അന്ന് ഇടത്തെ തലയൊക്കെ പൊട്ടി അയ്യോ ഒന്നും പറയണ്ട, ഇവിടെ വന്ന് കിടന്നില്ലായിരുന്നു. ഈ ഒരു ഇതിലെ കൂടെ ഇങ്ങനെയുള്ള ട്രാഫിക്കിലെ കൂടെ വണ്ടി ഓടിച്ചല്ലേ നിങ്ങളുടെ എക്സ്പേർട്ട് ഡ്രൈവറാട്ടോ. കാരണം ആൾക്കാർ ഏത് നിമിഷം ഇടത്തുനിന്ന് വലുന്ന് ചാടി വീടും, വണ്ടികൾ വരാം. പിന്നെ ബാംഗ്ലൂരൊക്കെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഇതേപോലെ സ്കൂട്ടേഴ്സാണ്, വലിയ വണ്ടിനേക്കാളും. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്കൂട്ടർ എടുത്ത് വന്നത്. ഇതാ നിങ്ങളുടെ റെസ്റ്റോറൻറ്റ് ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. ഹോട്ടൽ എംപാർട്ട്. നല്ല ചൂടില്ല, നല്ല ആവി പറക്കുന്ന അടിച്ച പൊറോട്ട, നല്ല അടിപൊളി ചിക്കൻ കേട്ടോ. ചിക്കനും അതിൻ്റെ മുകളിൽ അവർ ചീസൊക്കെ വാരി വെതറിയിട്ടിട്ടുണ്ട്. ഈ സൈഡ് എന്തൊക്കെയോ നട്ട്സൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ സലാഡുണ്ട്. വേറൊരു സാധനം കൂടി വരാനുണ്ട്. അതിനൊന്നും കാത്തിരിക്കാനൊന്നും ടൈമില്ല. വിശക്കുന്നുണ്ടെങ്കിൽ വേഗം വാരി വെച്ചത്. ഞാൻ സ്പൂണും പോർക്കൊക്കെ പിടിച്ചെങ്കിൽ ആടിയിട്ട് കൈനെ പോലെ ഇങ്ങനെ എടുത്തിട്ട് ചിക്കനൊക്കെ മിക്സ് ചെയ്ത് പിടിച്ച് ഇത് കടായോ എരിവൊന്നുമില്ല കേട്ടോ. നല്ല പുളിയും ടേസ്റ്റ് തോന്നുന്നു. അടിപൊളി കേട്ടോ. കഴിക്കട്ടെ, കഴിക്കണം. നല്ല കണ്ണിന് കുളിമയുള്ള കാഴ്ചകളാണ് എൻ്റെ അടുത്തിരിക്കുന്നത്. ഇതേ BMW-ൻ്റെ 2 വണ്ടികൾ നിരത്തിയിട്ടിട്ടുണ്ടോ. ഞാനിവിടെ വളവ് പോകാൻ വന്നതാണ്. അപ്പം ഷോപ്പിൻ്റെ അവനെ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ട്, വരുന്നുണ്ട്. ചെറിയ ഷോപ്പാണ് ഈ ഒരു റെസിഡൻസ് ഏരിയൻ്റെ ഉള്ളിലായിട്ട്. അപ്പം പക്ഷെ ഓനില്ല, ഓൻ വരണം. നമ്മൾ ആ ഒരു പീടിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഓൾമോസ്റ്റ് ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്ത ചങ്ങായി വന്നത്. അപ്പോൾ എന്നിട്ടും നമുക്ക് വേണ്ട സാധനം കിട്ടിയിട്ടില്ല. ഹെഡ്ലൈറ്റിന് ഏകദേശം 6,900 രൂപ വിലയുണ്ട്. 10,000-നുണ്ട്, 15,000-നുണ്ട്. ഞാൻ വിചാരിച്ചത് ലോക്കലിട്ടോങ്കിൽ ലോക്കൽ വാങ്ങിയിട്ട് ദുബായി പോകുമ്പോൾ ദുബായിൽ നിന്ന് കുറച്ച് നല്ല വാങ്ങാം. കാരണം ദുബായിൽ ഭയങ്കര റേറ്റ് കുറവാണ്. ഇവിടെ മുടിഞ്ഞ റേറ്റ് എല്ലാത്തിനും. ഇപ്പോൾ നമ്മൾ ഏതോ ഒരു ഷോപ്പിൽ ഒരു 4,000-ന് 2 ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ടോ. മൂപ്പർക്ക് ബസ്സിൻ്റെ ബിസിനസ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ആക്സിഡൻറ്റിൻ്റെ ഷോപ്പായിട്ടൊക്കെ നല്ല പരിചയമാണ്. മൂപ്പര് കെയറോപ്പിലെ ഷോപ്പിലേക്കാണ് പോകുന്നത്. അവിടെ പോയി നോക്കാം അവിടുത്തെ റേറ്റ് ഉണ്ടെന്നുള്ളത്. ഇപ്പോൾ JC റോഡാണ് ഉള്ളത്. JC റോഡ് നമ്മൾ വേറെ ഷോപ്പിൽ വന്നിട്ടുണ്ട്. പർവേസ് ഭായി നമുക്ക് വേണ്ടി ദിവസം മുഴുവൻ സ്പെൻഡ് ചെയ്ത് നമ്മുടെ കൂടെ. ഇത് മൂപ്പരുടെ ഫ്രണ്ടിൻ്റെ ഷോപ്പാട്ടോ. അപ്പം ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഹെഡ്ലൈറ്റ് അവന് പുറകിൽ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. നമുക്ക് നോക്കാം ഏതാണ് ബ്രാൻഡ് എന്നുള്ളത്. ബ്രാൻഡ് ആകെ ഫിലിപ്സ് വരെ വേറെ ഒരു ബ്രാൻഡ്, ഇത് മാത്രമേ നല്ലതുള്ളൂ. ബാക്കിയെല്ലാം കമ്പനീൻ്റെ പേരും സ്റ്റിക്കറും മാറ്റി ഒരേ പ്രൊഡക്റ്റായിട്ട് വരുന്നത്. ഇവിടെ കണ്ടു ഇവരൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ടോ. തായിരുന്നിട്ട് ജോലിക്കാരും എല്ലാവരും 3 പേരും ഒരുമിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന സീനാണ് നമ്മൾ കാണുന്നത്. അടിപൊളിയല്ലേ? അങ്ങനെ ഇരിക്കണം കേട്ടോ. ഞാൻ അവിടെ കിടന്ന് ഉറങ്ങി കേട്ടോ. സംഭവം കാരണം വെച്ചാൽ നല്ല ഉറക്കം വരുന്നുണ്ട്. സാധനം കഴിച്ചു പെണ്ണിന് ഡിക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ അവിടെ പോയി നമുക്ക് ചിരിക്കാം. ഇതിലൂടെ അറിയാവാ ഇത് സിതേറോ ഇതാ നമ്മളെ വലിയ വലിയ വണ്ടീൻ്റെ ബുദ്ധികൾ. ലോറിൻ്റെ എഞ്ചിന് കാര്യങ്ങളൊക്കെ ഇതല്ല. എഞ്ചിന് ഗിയർ ബോക്സ്, വലിയ ലോറി, ടെമ്പോ, ഇതെല്ലാം
ഇത് ഹോൺ ഹെഡ്ലൈറ്റിലും വെക്കുന്ന ഏരിയ അല്ല, ഹെഡ്ലൈറ്റ്സ് ലോറിൻ്റെ ഹെഡ്ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ വെക്കുന്ന ഏരിയ. നല്ല ട്രാഫിക് ബ്ലോക്ക് കേട്ടോ, ഫുള്ളും ഇഞ്ചോടിഞ്ച് പോരാട്ടം. നമ്മൾ വണ്ടി പോകുന്നത് ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് പറഞ്ഞതാ. ഷോക്ക് ഓപ്ഷന് എല്ലാവരും ഭയങ്കര പണിയെടുക്കുന്നുണ്ട് കേട്ടോ ഇവര്. മൂപ്പര ഹെഡ്ലൈറ്റ് കയറ്റുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മളിപ്പോൾ വാങ്ങിയത്, കാണിച്ചുതരാം. ഇതാണ് കേട്ടോ നമ്മൾ വാങ്ങിയത്. 9-നെക്കാളിൽ എന്താ പറയുക കുറച്ച് ലെങ്ത്ത് കുറവ് വയർ, പക്ഷെ എന്നാലും വയർ ആകുന്നുണ്ട്. ഇത് കാറിനൊക്കെ പോലെ ഉണ്ട്. പിന്നെ ഞാൻ മനസ്സിലായത് മറ്റേ ബാനലി 600 GT എൻ്റെ അടുത്തില്ലേ, അതിൻ്റെ കൂടെ എനിക്ക് ഇതുപോലത്തെ ഒരു ഹെഡ്ലൈറ്റ് ഇട്ടിരുന്നു. പുറക്ക് വെറുതെ വെച്ചിട്ടുണ്ട്. ഇതിന് 4000 രൂപ റേറ്റ്, രണ്ടും കൂടിയിട്ട് റേറ്റ് ഉണ്ട്. സംഭവം ഇതുപോലുള്ള വണ്ടികൾ വാങ്ങാൻ മാത്രമല്ല, അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നല്ല എക്സ്പെൻസാണ്. ചെറിയ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ ഒരുപാട് പൈസ നമ്മൾ അതിനുള്ളിൽ എക്സ്പെൻസ് ഇട്ടുണ്ടായിരുന്നു. സുവൈബ് ഇല്ലാണ്ട് ഒരു രസം കിട്ടുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഇതിനകത്തിരിക്കും ഫോണില്ലാണ്ട്, അല്ലെങ്കിൽ എപ്പോഴും എൻ്റെ ക്യാമറ മുമ്പിലൂടെ ഉണ്ടാകുന്നില്ലേ. അതിന് പർവേസ് ഭായി നമ്മളോട് ടാറ്റ പറയുകയാണ്. ഓക്കെ ശരി, കാണാം. ഇവർ ഇവിടെ ഹെഡ്ലൈറ്റൊക്കെ മാറ്റി കേട്ടോ, സെറ്റപ്പ് ആക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തില്ല സുവൈബിനോ. 7:30 മണിയായിട്ടോ. ഞാൻ രാവിലെ വന്നിട്ട് ഈ വണ്ടി ഇതിൻ്റെ അകത്ത് കയറ്റിയിട്ട് ഈ വണ്ടി എടുത്ത് പുറത്ത് പോകാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാലോ. അതെ, ഇവൻ വരാൻ വേണ്ടിയിട്ടാണ്. ഇവനെയും കാത്തിരി നിന്നതാണ്. നേരത്തെ പറഞ്ഞു അതാണ് റീസൺ, അതുകൊണ്ടാണ് മുപ്പര് ഇങ്ങോട്ട് വരാത്തത്. പിന്നെ ഇതിന്ന് ലീവാണ്. നമുക്ക് ഏതായാലും നമ്മുടെ സ്വന്തം മുത്തിനോട് സംസാരിക്കാം. Hi everyone. What I am saying, without you, Art of Motorcycle is not completed. Yeah, I agree. See guys, I lost my mom very recently, and I know Shakir bhai from few years, from the time he has started working hard. I know when I gave him an quotation, it was too huge for Amina, and I remember one thing, okay, Shakir bhai, even you should know that, bro, don't compromise anything. I will work hard and I'll pay you your bill. That's what he told, and got Amina built by himself. So I know him when he was around 2 lakhs subscribers, and his hard work has remained same. As offline also, as a friend, I lost my mom. I know many people who know me and all, but nobody personally came and spoke to me. But Shakir bhai called me up, bro, you don't be like this, be good, and I am gonna come and meet you in Bangalore. So this is what he is, and he's a real gem of a person from his heart, and I love him for that. And whatever is happening, he just told me, because I don't know much of the Malayalam, but I try to understand that. See, that doesn't belong to him, and he is on a different level where he's been entertaining people like anything. And I personally love his content, the way he has grown with you guys' support, especially the Amina, the emotions of Amina, it's completely different. I'll tell you guys one secret. Even his father is not been allowed to ride this bike. That's why I went all the way from Bangalore and bought this bike. So that sentiments towards Amina and the travel what he has done is mind-blowing. Keep supporting him and my support, and for my people, I always tell that support Shakir bhai. Let him grow big. I want to see him 2 million very soon. Love you, Shakir bhai. 2 minutes യജ്ജാതി മോട്ടിവേഷൻ ഒക്കെ ഒരു ഇൻസ്പയറിംഗ് പേഴ്സൺ കേട്ടോ. So when you gonna start the work? Very soon. Sorry for the delay because of my mom's demise. I couldn't do. I'll be starting it very soon and getting it into backer shape and very nicely for the new travels. Yeah. So actually location എവിടെയാണ്? So I'm gonna reveal my next location. Okay. ഞാൻ ഓസ്ട്രേലിയയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓസ്ട്രേലിയൻ വിസ ഇപ്പം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഓസ്ട്രേലിയയിലെ റൂൾസാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അവിടെ കോവിഡ് കാലത്ത് നമുക്ക് ഒരു കൺട്രിയിൽ നിന്ന് മറ്റൊരു കൺട്രിയിലേക്ക് കോവിഡ് കാലത്ത് ക്രോസ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. ഒരു കൺട്രിക്കകത്ത് നമുക്ക് റൈഡ് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇപ്പോൾ ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ഒരു വലിയൊരു കൺട്രിയാണ്. ഒരുപാട് എന്താ പറയുക മരുഭൂമികളും അല്ലെങ്കിൽ വിജനമായ സ്ഥലങ്ങളും ലോങ്ങസ്റ്റ് 1000 കിലോമീറ്ററൊക്കെ സ്ട്രെയിറ്റ് റോഡൊക്കെ ഉള്ള പ്ലേസൊക്കെ ഉണ്ട്. റിച്ചാർഡ് മെയ്ഡ് ദ വീഡിയോ ഫ്രം ദം. ഞങ്ങളുടെ ഒരു ഫ്രണ്ട് കിങ് റിച്ചാർഡ് എന്നുണ്ട്. അദ്ദേഹം BMW റൈഡറായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസം ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. അദ്ദേഹം ഓസ്ട്രേലിയ റൈഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു അതിനെ പറ്റിയിട്ട്.
അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഓസ്ട്രേലിയ എന്നുള്ളൊരു കൺസെപ്റ്റേ വന്നത്. പിന്നെ അവിടെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നോക്കാം, ചിലപ്പം പ്ലാനിങ് മാറും. എൻ്റെ ലൈഫല്ലേ, എന്താണെന്ന് പറയാൻ പറ്റില്ല. വണ്ടി ഞങ്ങൾ വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ വണ്ടി ഞങ്ങൾ ഷിപ്പ് ചെയ്യും ഓസ്ട്രേലിയയിലേക്ക്. എന്നിട്ട് അവിടെ പോയിട്ട് അവിടെ നിന്ന് റൈഡ് ചെയ്യും കേട്ടോ. നമുക്ക് അടിച്ച് പൊളിക്കാം. ഓക്കെ, എല്ലാവർക്കും ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. കൂടെ ഉണ്ടാവും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എപ്പോഴും പറഞ്ഞത് തന്നെ ബി ഹാപ്പി ഓൾവേസ്. സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക, സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രം കണ്ടെത്തുക. നമുക്ക് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക കേട്ടോ. വെറുതെ നമ്മളൊരിക്കലും നമ്മുടെ നെഗറ്റീവായ കാര്യങ്ങൾ തലയിടാതിരിക്കുക, അല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. എല്ലാവരും ബി ഹാപ്പി ഓൾവേസ്, ബി ഹാപ്പി ഓൾവേസ്, ബി ഹാപ്പി ഓൾവേസ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചിരിച്ചുകൊണ്ട് ജീവിക്കുക, ചിരിച്ചുകൊണ്ട് മരിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച് ഗൈസ്, കീപ് സപ്പോർട്ടിങ് ഹിം. യാ, ഒരു സെക്കൻഡ്, ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ പിന്നെ പർവേസ് ഭായിയുടെ ഞാൻ നേരത്തെ ലാസ്റ്റ് പറയുമെന്ന് പറഞ്ഞിരുന്നു, അതും കൂടി പറയാം. ആക്ച്വലി യു നോ ദാറ്റ് അബൌട്ട് ദ പർവേസ് ഭായ് ഐ ടോൾഡ് യു. യാ, ഞാൻ എൻ്റെ വേൾഡ് റൈഡ് സമയത്ത് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം എൻ്റെ അടുത്ത് 5 പൈസയിലായിരുന്നു. ഈവൻ മൂപ്പരൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആൻഡ് മൈസൂരിൽ നിന്നൊക്കെ എനിക്ക് ഫുഡ് വാങ്ങി തന്നത് ചങ്ങാതിയാട്ടോ. ആ റൈറ്റ്, അന്ന് ദാറ്റ് ടൈം ഇസ് യുവർ ബർത്ത്ഡേ ഒക്ടോബർ 29. എനിക്ക് ഓർമ്മയുണ്ട്. I remember he telling, bro, I don't have money in my account to even to go to World Ride, but people are there with me who love me and they are supporting me. I remember him going from Bangalore to Kolhapur with just like 2,500 rupees only. And this is 1 year back, and I remember that, and where he has grown today is where I feel happy for him. And I tell you guys, keep supporting him. He is going to be the next level in India. കേട്ടല്ലോ, 2000 രൂപയും കൊണ്ടാണ് ഞാൻ പോയത്. അന്ന് എനിക്ക് പർവേസ് ഭായി എനിക്കൊരു റുപ്പീസ് എനിക്ക് തന്നു. എനിക്കന്ന് അദ്ദേഹം എനിക്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് തന്നു, നീ ഇത് വെച്ചോ, പിന്നെ നിനക്ക് ആവശ്യപ്പെടും. കാരണം ഞാൻ മൂപ്പരോട് പറഞ്ഞിട്ടൊന്നുമില്ല എൻ്റെ കയ്യിൽ പൈസ ഇല്ല ഒന്നും. അപ്പം ആ പൈസ എനിക്ക് അയച്ച് തന്ന അന്ന് ഞാൻ ഒരു നല്ല സങ്കടമായിരുന്നു. ഞാൻ പറഞ്ഞു, പർവേസ് ഭായി, നിങ്ങളെ ഇപ്പോൾ അയച്ചെന്ന പൈസയുടെ വില നിങ്ങൾക്കറിയില്ല. കാരണം ഞാൻ അത്രയും സ്ട്രഗിൾ ചെയ്യുന്നൊരു ടൈം ചെയ്തു, ആരോടും പറയാതെ വൈഫിൻ്റെ ഗോൾഡ് വരെ പണയം വെച്ച് ഞാൻ പരിപാടികൾ നടത്തിയത്. അത്രയും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സമയത്താണ് നിങ്ങൾ എനിക്കൊരു അയച്ചത്. അപ്പോൾ ഇതിന് ഒരു 10 കോടിയുടെ വിലയുണ്ട്. ഞാൻ മരിക്കുന്നത് വരെ മറക്കില്ല എന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞ വാക്ക് ഇപ്പോൾ മരിക്കുന്നത്. എന്നെ സഹായിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളെ മുജീബൊക്കെ ഉണ്ട്, അതുപോലെ മലപ്പുറത്തുള്ള തന്നെ ഒരു 3-4 പേരുണ്ട്. എൻ്റെ ഹിച്ചയ്ക്ക് സമയത്ത് എനിക്ക് 5000 രൂപ എനിക്ക് വിസയൊക്കെ തന്നെ USA-ക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഒരു 30,000 രൂപയ്ക്ക് ടോട്ടൽ എനിക്ക് ആ ഒരു ട്രിപ്പ് എനിക്ക് വിസൻ്റെ മാത്രം എനിക്ക് വിസയൊക്കെ സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു. പൈസയായിട്ട് ഞാൻ അവിടെ നിന്ന് വാങ്ങിയിട്ടില്ല, വിസേൻ്റെ പൈസയൊക്കെയാണ് വാങ്ങിയത്. ആ സമയത്ത് ഒരുപാട് ആൾക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് എന്നെ സഹായിച്ച ഒരു വ്യക്തികളെയും ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ മറന്നിട്ടില്ല. ഇപ്പോഴും അവരുമായിട്ടൊക്കെ ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്, എല്ലാവരുമായിട്ടും സംസാരിക്കുന്നുണ്ട്, മിണ്ടുന്നുണ്ട്. പർവേസുമായും അതാണ്. ഇവരൊക്കെ ഏത് നട്ടപ്പാതിരൊക്കെ എന്നെ വിളിച്ചാലും ഞാൻ ഫോൺ എടുക്കും, മെസ്സേജ് റിപ്ലൈ കൊടുക്കും, എല്ലാം ചെയ്യും. കാരണം നമ്മളൊന്നും അല്ലാത്ത സമയത്ത് ഇപ്പം ഓക്കെ, ഞാൻ താമസിക്കുന്ന റൂമിന് ഒരു ദിവസം 5000 രൂപ വാടകയുണ്ട്. പക്ഷേ ആ സമയം അങ്ങനെയല്ല, നമുക്കൊന്നുമില്ല. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു ലെവലെത്തിയതും. അപ്പോൾ നമ്മുടെ കൂടെ നിന്ന് ആരും നമ്മൾ മറന്നിട്ടില്ല കേട്ടോ. പർവേസ് ഭായ് ശരിക്കും ഇത് ആരോടും പറയാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറയായിരുന്നത്. പക്ഷേ എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഒരുപാട് നന്ദി എല്ലാവർക്കും, എന്നെ സഹായിച്ച എല്ലാവർക്കും നന്ദി കേട്ടോ. കൂടെ നിൽക്കുന്ന എല്ലാവർക്കും നന്ദി. ഇനിയുണ്ടാവും ഇൻഷാ അല്ലാഹ്. ഒരുപാട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യാനാണ് തയ്യാറാണ്. അതല്ലാതെ ഒരിക്കലും ഞാൻ എന്താ പറയുക, കഷ്ടപ്പെടാൻ അങ്ങനത്തെ ഒരു കരയാനോ അല്ലെങ്കിൽ സങ്കടപ്പെടാനോ തയ്യാറല്ല എന്നല്ല പറഞ്ഞാൽ. ഹാർഡ് വർക്ക് ഞാൻ ചെയ്യും എന്നെക്കൊണ്ട് പറ്റുന്നിടത്തോളം. പക്ഷേങ്കിൽ ഞാൻ എൻ്റെ ലൈഫ് ഞാൻ അടിച്ചു പൊളിക്കും. അതാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നാളത്തെ എപ്പിസോഡ് കാണാം കേട്ടോ. ബൈ. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.